തൃശൂർ അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാന ചരിഞ്ഞു. വെറ്റിലപ്പാറ 10-ാം ബ്ലോക്കിലാണ് 2 ദിവസം പഴക്കമുള്ള പിടിയാനയുടെ ജഡം കണ്ടെത്തിയത്. അതേസമയം കാട്ടാന ശല്യം രൂക്ഷമായ പാലപ്പള്ളി മേഖലയിൽ ഇന്നും ടാപ്പിംഗ് തൊഴിലാളിക്ക് നേരെ ആനയുടെ ആക്രമണം ഉണ്ടായി. അതിരപ്പള്ളി വെറ്റിലപ്പാറ പ്ലാന്റേഷൻ മേഖലയിൽ 10-ാം ബ്ലോക്കിലാണ് ഇന്ന് രാവിലെ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. കക്കയം ഭാഗത്ത് രാവിലെ തൊഴിലാളികളാണ് ഇതു സംബന്ധിച്ച വിവരം വനംവകുപ്പിന് നൽകിയത്. 2 ദിവസം പഴക്കമുള്ള ജഡമാണ് എന്നാണ് പ്രാഥമിക നിഗമനം. ആന ചെരിയാനിടയാക്കിയ സാഹചര്യം എന്താണെന്ന പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവൂ. ഏകദേശം 45 വയസ്സുള്ള പിടിയാനയുടെ ജഡമാണ് കണ്ടെത്തിയത്. അതേസമയം കാട്ടാന ശല്യം രൂക്ഷമായ പാലപ്പള്ളി മേഖലയിൽ ഇന്നും ടാപ്പിംഗ് തൊഴിലാളിക്ക് നേരെ ആനയുടെ ആക്രമണമുണ്ടായി. രാവിലെ 7 മണിയോടെ തോട്ടത്തിൽ ജോലിക്കിറങ്ങിയ കുണ്ടായി സ്വദേശി ഭാസ്കരന് പരിക്കേറ്റു. ആനയുടെ സാന്നിധ്യം മനസ്സിലാക്കാതെ ജോലി തുടരുകയായിരുന്ന ഭാസ്കരനെ തുമ്പിക്കൈകൊണ്ട് ആന അടിച്ചു വീഴ്ത്തി. കുത്താൻ ശ്രമിച്ചെങ്കിലും ഭാസ്കരൻ ഒഴിഞ്ഞുമാറി. ഈ സമയം അവിടെ ടാപ്പിങ്ങിനുണ്ടായിരുന്ന മറ്റു തൊഴിലാളികളാണ് ആനയെ വിരട്ടിയോടിച്ച് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. തട്ടി വീണു, തുമ്പിക്കൈക്ക് പുറത്തടിച്ചു. അപ്പം വീണു, ഒരു മരം വീണിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ വീണ്. അതുകൊണ്ട് അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി നീങ്ങിയ ആന ചവിട്ടണം കുത്തി നോക്കിയിട്ടുണ്ട്. ആനരെ കൊമ്പോളെന്ത് മരമായിട്ട് അത് കാരണം കൊണ്ട് എത്തിക്ക് രക്ഷപ്പെട്ടു. കൈക്കും ദേഹത്തും പരിക്കേറ്റ തൊഴിലാളിയെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. അമൃത ന്യൂസ്, തൃശൂർ.